ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്ക്രഞ്ചീസാണ്. അതിനായിട്ട് ഞാൻ ഓൾറെഡി ഇവിടെ ക്ലോത്ത് വെട്ടി വെച്ചിട്ടുണ്ട്. അതിൽ 3 ഇഞ്ച് വിഡ്ത്തിലും 44 ഇഞ്ച് ലെങ്ത്തിലുമാണ് ഞാൻ ക്ലോത്ത് വെട്ടി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 ഇഞ്ച് വിട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ആൻഡ് നമ്മൾ ഇനി ചെയ്യേണ്ടത് ക്ലോത്തിൻ്റെ ചീത്ത വശങ്ങൾ നല്ല വശം ഉള്ളിൽ വരുന്നത് പോലെ വെച്ച് 2 എൻഡും ഒരുപോലെ വെക്കുക. ഒരുപോലെ വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആദ്യം, അല്ലെങ്കിൽ അത് വീണ്ടും വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ എക്സ്ട്രാ നിൽക്കുന്ന നൂലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ക്ലോത്ത് ഇതായി കാണുന്നത് പോലെ വെച്ചിട്ട് ആ ഉള്ളിലെ ഭാഗം ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്നത് പോലെ നല്ലതായിട്ട് എത്രത്തോളം തിന്നാക്കി ഫോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ബാക്കിലിരിക്കുന്ന ക്ലോത്ത് അതിൻ്റെ 2 എൻഡിലേക്ക് കൊണ്ടുവരിക. ഈ കാണുന്നത് പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. നല്ലപോലെ സൂക്ഷിച്ച് ചെയ്യണം, ചിലപ്പോൾ അത് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. നമുക്കിത് ആ ഒരു പുറത്തേക്ക് നിൽക്കുന്ന ക്ലോത്ത് ഉണ്ടല്ലോ, അതിൻ്റെ എൻഡിലൂടെ വേണം നമുക്കിന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഉള്ളി മടക്കി വെച്ചിരിക്കുന്ന ക്ലോത്തിൽ സ്റ്റിച്ച് വീഴാതിരിക്കാനായിട്ടാണ് അത് മാക്സിമം ഉള്ളിലേക്കാക്കി ചെറുതാക്കി വെക്കാൻ പറയുന്നത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് വലിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഇതായി കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. മാക്സിമം നമ്മൾ ശ്രദ്ധിക്കുക, ക്ലോത്ത് പുറത്തേക്ക്, അതായത് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലോത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ സ്റ്റിച്ച് ചെയ്യുള്ളൂ കേട്ടോ. ഇതിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ക്യാമറ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണത്തില്ലായിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ഉള്ളിൽ നിന്ന് കുറേശ്ശെ ക്ലോത്ത് നമ്മൾ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിരിക്കുന്നില്ലേ, അത് പുറത്തേക്ക് വലിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതായി കാണുന്നത് പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ, അതിൻ്റെ അകത്തു നിന്ന് നമുക്കിങ്ങനെ അത് വലിച്ചെടുത്ത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരാം. ഫുള്ളായിട്ടെന്ന് പറഞ്ഞാൽ മൊത്തം ലോക്ക് ചെയ്ത് കിട്ടരുത്. ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് വേണം ബാക്കി മൊത്തത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ. കാരണം നമുക്ക് ആ ഉള്ളിൽ ഫുള്ളായിട്ട് വലിച്ചെടുക്കേണ്ട, അതായത് നല്ല വശം പുറത്തേക്ക് എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഗ്യാപ്പ് വേണമല്ലോ. അപ്പോൾ അതിനൊരു 1.5 ഇഞ്ചോ 1 ഇഞ്ചോ എല്ലാം കൊടുത്ത് ബാക്കി ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് ഉള്ളിൽ നിന്ന് വലിച്ചെടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളൊരു കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്, ആ ഗ്യാപ്പിലൊന്ന് നമുക്ക് തുണി പുറത്തേക്ക് വലിച്ചെടുക്കാം. അപ്പോഴത്തേനും നമുക്കിതാ ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഇലാസ്റ്റിക്കാണ്, സ്ക്രഞ്ചീസിൻ്റെയൊക്കെ ഇലാസ്റ്റിക്. ഞാൻ ഇവിടെ ഒരു 7 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 7.5 ഇഞ്ചൊക്കെ, നമുക്ക് 8 ഇഞ്ചൊക്കെ എടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 7.5 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്കൊരു പിന്നോ അല്ലെങ്കിൽ ലൂപ്പ് ടേണറോ എന്തെങ്കിലും വെച്ച് ലോക്ക് ചെയ്തിട്ട് നമുക്കിതിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ടേൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്കതെടുത്ത് ആ ഒരു ഇലാസ്റ്റിക്കിൽ നോട്ടിട്ട് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കുക. അത് നമ്മളെത്ര വലിച്ചാലും ആ കെട്ടഴിയാത്ത പോലെ നല്ല വൃത്തിക്ക് കൊടുക്കുക. എന്നിട്ടൊന്ന് വലിച്ച് നോക്കുക.
ഊരി പോരുന്നുണ്ട്. എന്നിട്ട് എക്സസ് നിൽക്കുന്ന ഇലാസ്റ്റിക് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു ഹോൾ ഉണ്ടായിരുന്നല്ലോ, അത് നമുക്കിനി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.